വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരു സക്സസ് സ്റ്റോറിയെ പറ്റിയിട്ടാണ് കേട്ടോ. ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഞാൻ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതെനിക്കെന്തോ ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി. കാരണം ഒരുപാട് ആ കുട്ടിക്ക് യൂസ്ഫുൾ ആകുന്ന തരത്തിലുള്ള ടിപ്സ് നമ്മുടെ ചാനലിലെടുത്ത് ഫോളോ ചെയ്തു. IVF ചെയ്യാൻ പറഞ്ഞ ആളാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ എൻ്റെ ഒരു വാക്ക് പ്രതീക്ഷിച്ച് മാത്രം IVFൽ നിന്ന് മാറിയിട്ട് നാച്ചുറലായിട്ട് പ്രഗ്നൻസി നോക്കി ഒരു ആത്മവിശ്വാസവും പ്രതീക്ഷയും ഒക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സക്സസ് സ്റ്റോറിയാണ് ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആ കുട്ടിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ ഡെയിലി എന്നോണം ലൈവ് സെഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻറ്ററാക്ഷൻ നടത്താവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വന്ന് ലൈവിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സക്സസ് സ്റ്റോറി പറയുന്നതിൽ ഈ കുട്ടി ടൈം ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന ടിപ്പ് ഫോളോ ചെയ്ത സമയം, അടുത്ത ടിപ്പ് ഫോളോ ചെയ്ത സമയം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം പറഞ്ഞത് വെറും വയറ്റിൽ ഗ്രാമ്പൂ വെള്ളം കുടിച്ചു എന്നാണ്. ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ. കാരണം പ്രഗ്നൻസി നോക്കുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രാമ്പൂ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത്. അത് കുടിച്ചത് രാവിലെ എഴുന്നേക്കുന്നത് ഒരു 6 മണിക്ക് എഴുന്നേറ്റു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും കൃത്യമായിട്ട് 6 മണിക്ക് തന്നെ ഗ്രാമ്പൂ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിച്ചു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്രാമ്പൂ വെള്ളത്തിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഗ്രാമ്പൂ വാട്ടർ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഹോർമോൺസിന്റെ എല്ലാം പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നതിനും ഹോർമോൺസിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് റെഗുലേറ്റ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ ശരീരത്തിൽ അണ്ടം ക്വാളിറ്റി ഉള്ള രീതിക്ക് പ്രൊഡ്യൂസ് ആകുന്നതിനും ക്വാളിറ്റിയോട് കൂടി തന്നെ മെച്യൂർ ആകുന്നതിനും ക്വാളിറ്റിയോട് കൂടി തന്നെ റപ്ചർ ആകുന്നതിനും അത് സഹായിക്കുന്നു. ഹോർമോൺസിന്റെ പ്രവർത്തനം ശരീരത്തിൽ ഏകീകൃതമായിട്ട് നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ പ്രഗ്നൻസി അവിടെ സക്സസ്ഫുൾ ആവുക തന്നെ ചെയ്യും. ഇതിനു വേണ്ടിയിട്ട് ഗ്രാമ്പൂ വാട്ടർ ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഇഞ്ചിയുടെ വെള്ളം ഏർലി മോർണിംഗിൽ എടുക്കണ്ട എന്ന് പറഞ്ഞതുപോലെയല്ല, ഗ്രാമ്പൂ വാട്ടർ നമ്മൾ ഏർലി മോർണിംഗിൽ എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഫാസ്റ്റിങ്ങിലൊക്കെ നിന്നിട്ടുള്ള ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ഗ്രാമ്പൂ വാട്ടർ കുടിക്കുമ്പോഴേക്കും ഇത് നിങ്ങളുടെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കാണിക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏർലി മോർണിംഗിൽ ഇഞ്ചി വെള്ളം ക്ലോസ് വാട്ടർ, അതായത് ഗ്രാമ്പൂ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഏകദേശം ഒരു 3 മാസത്തോളമെങ്കിലും നിങ്ങൾ ചുരുങ്ങിയത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചിരിക്കണം. കാരണം നമ്മുടെ ഫോളിക്കിൾസിന്റെ പ്രവർത്തനം ഇന്നത്തെ ഒരു മാസത്തിൽ നമുക്ക് ഫോളിക്കിൾസ് ഏതൊക്കെ തയ്യാറെടുക്കണമോ ഇത് ഡിസൈഡ് ചെയ്യുന്നത് ഒരു 3 മാസം മുൻപാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു 3 മാസം മുൻപുള്ള സമയങ്ങളിൽ ആ ഫോളിക്കിൾസിന്റെ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇന്ന് കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നത് 2 മാസമോ അല്ലെങ്കിൽ 3 മാസമോ കഴിഞ്ഞിട്ടായിരിക്കും. അതുകൊണ്ട് ഏകദേശം ഒരു 3 മാസമെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രാമ്പൂ വെള്ളം കുടിക്കുന്നത് ഫോളോ ചെയ്യുക. ഇനി ഈ ഗ്രാമ്പൂ വെള്ളം കുടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2, 3, 4 ഗ്രാമ്പൂ എടുത്ത് തിളപ്പിച്ച് 2 ഗ്ലാസ് വെള്ളം എടുത്ത് അത് 1 ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെയോ അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം എടുത്ത് അത് തിളച്ച് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കണം കേട്ടോ. പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വെള്ളം വറ്റിച്ച് കളയാൻ പാടില്ല. ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ തിളപ്പിച്ച് നല്ലതുപോലെ എടുത്ത് തിളപ്പിച്ചതിന് ശേഷം നിങ്ങൾ വെറും വയറ്റിൽ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ഏകദേശം നിങ്ങളുടെ ഓവുലേഷൻ നടക്കുന്നത് എന്നാണോ ആ ദിവസം വരെ മാത്രം നിങ്ങൾ കുടിച്ചാൽ മതിയാകും. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഗ്രാമ്പൂ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാമ്പൂ വെള്ളം കുടിച്ചത്. ഓവുലേഷൻ നടന്നതിന് ശേഷം പിന്നെ നമ്മൾ ഗ്രാമ്പൂ വെള്ളം കുടിക്കേണ്ട ആവശ്യകതയില്ല. അപ്പോൾ ഓവുലേഷൻ ദിവസം വരെ മാത്രം നിങ്ങൾ ഗ്രാമ്പൂ വെള്ളം കുടിച്ചാൽ മതിയാകും. ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, തലേ ദിവസം ഗ്രാമ്പൂ വാട്ടർ പ്രിപ്പയർ ചെയ്ത് വെക്കാമോ എന്നുള്ളതിനെ പറ്റിയിട്ട്. നിങ്ങൾക്ക് തലേ ദിവസം ഗ്രാമ്പൂ വാട്ടർ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ചീത്തയാവുന്നില്ലല്ലോ. നിങ്ങൾ തിളപ്പിച്ച് എടുത്ത് നിങ്ങൾ വെക്കുക. അതിനുശേഷം രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പോൾ വർക്കിംഗ് വുമൻസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ധൃതിക്ക് ഓരോന്ന് റെഡിയാക്കുമ്പോൾ അവരുടെ തന്നെ കാര്യങ്ങൾ ചിലപ്പോൾ സെൽഫ് കെയറിന് സമയം കൊടുക്കാൻ അവർക്ക് സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് തലേ ദിവസം നിങ്ങളൊന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ നിങ്ങളത് പ്രിപ്പയർ ചെയ്ത് കുടിക്കുക കേട്ടോ. പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ വെക്കുക. ഓക്കെ. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, മറ്റുള്ള മെഡിസിൻസ് എടുക്കുന്നതോടൊപ്പം ഗ്രാമ്പൂ വാട്ടർ ഉപയോഗിക്കാമോ എന്നുള്ളതിനെ പറ്റിയിട്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന മെഡിസിൻസ്, അതായത് ലെട്രസോളിന്റെ മെഡിസിൻ എടുക്കുന്നുണ്ട്, ക്ലോമോഫിൻ സിട്രേറ്റ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ട്, അതിനൊപ്പം ഗ്രാമ്പൂ വെള്ളം ഉപയോഗിക്കാമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. നിങ്ങൾ അതിനൊപ്പം ഗ്രാമ്പൂ വെള്ളം ഉപയോഗിച്ചാൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം ഇത് നമ്മൾ നാച്ചുറലായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഏത് സമയത്ത്
വേണമെങ്കിലും, അതായത് നിങ്ങൾ മെഡിസിൻ എടുക്കുന്ന ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഏകദേശം ഒരു 3 മാസം വരെയെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം. ആ ഒരു കാര്യം മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ പീരിയഡ് സൈക്കിളിനെ രണ്ടായിട്ട് വിഭജിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഫോളിക്കുലർ ഫേസിലാണ് നമ്മൾ ഗ്രാമ്പൂ വാട്ടറും അതുപോലെ ജിഞ്ചർ വാട്ടറും ഉപയോഗിക്കേണ്ടത്. ആദ്യത്തെ പീരിയഡ്സിന്റെ ഡേ 1 മുതൽ ഡേ 7 വരെയുള്ള ദിവസങ്ങളിൽ ഇഞ്ചി വെള്ളം ഉപയോഗിക്കുക. ഇഞ്ചി വെള്ളം ഉപയോഗിക്കുന്നത് നമ്മുടെ യൂട്രസിനൊന്ന് ക്ലീൻ ആക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എൻഡോമെട്രിയം എല്ലാം കൃത്യമായിട്ട് ഗ്രോ ആകുന്നതിനും അതുപോലെ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ബ്ലഡ് അവിടെ യൂട്രസിൽ നിൽക്കുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. രണ്ടാമതായിട്ട് ഫോളോ ചെയ്തത് നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബീട്രൂട്ട്, വാട്ടർമെലൺ, ജിഞ്ചർ ഒക്കെ കൂടി ചേർത്തിട്ടുള്ള ഒരു ഡ്രിങ്കിന്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടിപ്പ് ഫോളോ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടിപ്പ് ഫോളോ ചെയ്തത് ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ്. അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടൊന്ന് വിശക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ 11 മണിക്കാണ് ഇത് ഫോളോ ചെയ്തതെന്നാണ് കേട്ടോ പറഞ്ഞത്. ജോലിക്ക് പോകുന്ന ആളുകൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈവനിങ് സമയത്ത് ജോലി സ്ഥലത്ത് നിന്ന് തിരിച്ചു വരുമ്പോൾ വിശപ്പൊക്കെ ആയിട്ടല്ലേ വരുന്നത്. ആ സമയത്താണെങ്കിലും നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഡ്രിങ്കിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ബീട്രൂട്ട്, വാട്ടർമെലൺ, ജിഞ്ചർ ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ജ്യൂസ് പ്രിപ്പയർ ചെയ്ത് കുടിക്കുകയാണ് ചെയ്യുന്നത്. ഈ ജ്യൂസ് പ്രിപ്പയർ ചെയ്ത് കുടിച്ചു കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രഗ്നന്റ് ആകും. കാരണം ഇത് പറയുന്നത് വേറെ ആരുമല്ല, IVF ചെയ്യുന്ന ഡോക്ടേഴ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ യൂട്രസ് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടാണ്. യൂട്രസിന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ നമുക്ക് ഡോക്ടേഴ്സ് ആസ്പിരിൻ പോലുള്ള മെഡിസിൻസ് കൊടുക്കുന്നത്. അതിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്, ക്ലോട്ട്സ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ തന്നെ ബെനിഫിറ്റ് ആണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന 3 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ബീട്രൂട്ട്, വാട്ടർമെലൺ, ജിഞ്ചർ. ഇതൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടും വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതെല്ലാം ഉപയോഗിക്കുന്നത് വഴി നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടും. ഏറ്റവും ആദ്യം നമ്മൾ എടുക്കേണ്ടത് ബീട്രൂട്ട് ആണ് കേട്ടോ. ബീട്രൂട്ടിലെ നൈട്രിക് ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് ബ്ലഡ് വെസൽസ്, ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പാൻഷൻ നടക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു എക്സ്പാൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രഗ്നൻസി ആകുമ്പോൾ മാത്രമല്ല, പ്രഗ്നൻസി ആകുന്നതിന് മുൻപും ഇതിനനുസരിച്ചിട്ടൊരു എക്സ്പാൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ശരീരത്തിലോട്ട് എത്തുകയുള്ളൂ. ഒപ്പം ബീട്രൂട്ടിനകത്ത് ബാക്കിയുള്ള ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട്. അതായത് ഫൈബർ ഉണ്ട്, ഫോളേറ്റ് ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, വിറ്റമിൻ C ഉണ്ട്, മാംഗനീസ് ഉണ്ട്, അയേൺ ഉണ്ട്, വിറ്റമിൻ B9 ഉണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്തണമെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് തന്നെ നടക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ യൂട്രസ് എന്ന് പറയുന്നത് ഒരു പെയർ ഷേപ്പിലുള്ള ഒരു മസ്കുലർ ഓർഗൻ ആണ്. ഇതിനകത്തുള്ള ഒരു എൻഡോമെട്രിയൽ ലൈനിങ്ങിലോട്ട് ആ രക്തക്കുഴലുകളെല്ലാം അറ്റാച്ച് ആയിട്ടുള്ള എൻഡോമെട്രിയൽ ലൈനിങ് നല്ലതുപോലെ നറിഷ് ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രഗ്നൻസി കിട്ടൂ എന്നുള്ള കാര്യം നിങ്ങൾ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ബീട്രൂട്ട് ആണ്. രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് വാട്ടർമെലൺ എന്ന് പറയുന്നത്, നമ്മുടെ തണ്ണിമത്തൻ. ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ വാട്ടർമെലൺ എന്ന് പറയുന്നത്. കൂടാതെ ആന്റി ഓക്സിഡൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ലിക്കോപ്പീൻ ഉണ്ട്, ബീറ്റോ കാരറ്റിൻ ഉണ്ട്, ലൂട്ടിൻ ഉണ്ട്, ഇതെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒപ്പം ഫോളേറ്റ് ഉണ്ട്, ഫ്ലവനോയിഡ്സും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അമിനോ ആസിഡ് റിച്ച് ആയിട്ടുള്ള L-സിട്രുലിനും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലെ L-ആർജിനിന്റെ ലെവല് ഇൻക്രീസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ നൈട്രിക് ഓക്സൈഡിന്റെ ലെവലും കൂടി കൂടുന്നു. മൊത്തത്തിൽ നമ്മൾ കമ്പൈൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുമ്പോഴേക്കും ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ നല്ലതുപോലെ ഇൻക്രീസ് ആകുന്നു. അപ്പോൾ അതും നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തതാണ് നമ്മുടെ ജിഞ്ചർ. നമ്മുടെ പീരിയഡ്സിന്റെ ആദ്യത്തെ 5 ദിവസം നമ്മുടെ യൂട്രസ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി മാത്രം ഇട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ വെള്ളം കുടിക്കാറുണ്ട്. ഇത് ഒരുപാട് പേർക്ക് ഫോളോ ചെയ്തിട്ട് സക്സസ് റിസൾട്ട് കിട്ടിയ ടിപ്പാണ്. നമ്മൾ ആ ഇഞ്ചി ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഒരു ഇഞ്ചി, ഒരു ചെറിയൊരു നമ്മൾ അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി എടുത്തിട്ട് ക്രഷ് ചെയ്തിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ 2 ഫ്രൂട്ടിന്റെയും കൂടെ ഒരു ഫ്രൂട്ടും ഒരു വെജിറ്റബിളും എടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടും അതുപോലെ ഇതിൽ കണ്ടൻസ് നല്ലതുപോലെ ഹെൽത്തി ആയിട്ടുള്ള കണ്ടൻസ് ആയതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ടും കൂടിയാണ് നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് നോക്കുന്നത് കേട്ടോ. ഇതൊരു ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. നമ്മുടെ ശരീരത്തിനകത്തുള്ള മറ്റുള്ള പോരായ്മകളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട്, ശരീര അവയവങ്ങളൊക്കെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചി ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു വാമിങ് എഫക്റ്റ് ആണ്, ഒരു വാമപ്പ് എഫക്റ്റ് ആണ് നമുക്ക് തരുന്നത്. നമ്മളൊന്ന് എനർജറ്റിക് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 3ഉമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് എങ്ങനെ ഏത് റേഷ്യോയിലാണ് എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു പകുതി ബീട്രൂട്ട് നമ്മൾ എടുക്കുക. ഒരു അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ളൊരു ബീട്രൂട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനെ പകുതിയായിട്ട് നിങ്ങൾ മുറിക്കുക. ആ ഒരു പകുതി പീസ് എടുത്തതിന് ശേഷം വാട്ടർമെലണും നമ്മൾ മേടിച്ച് വെക്കുന്നതിൻ്റെ അകത്തെ ഒരു മീഡിയം സൈസ് വാട്ടർമെലണിൻ്റെ
ഒരു 1/4 ഭാഗവും നമ്മൾ എടുക്കാനായിട്ട് നോക്കുക. ഏകദേശം ഒരു ഇച്ചിരി നമുക്ക് കുടിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി വേണം. അതിന് വേണ്ടിയിട്ട് വാട്ടർമെലൺ നിങ്ങൾ എടുക്കുക കേട്ടോ. ദെൻ ചെറിയൊരു പീസ് ഇഞ്ചി എടുക്കുക. അത് 3ഉം കൂടി ചേർത്തിട്ട് നമ്മൾ അടിച്ചെടുക്കുക. ജ്യൂസ് പോലെ ആക്കി എടുക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി. ചില ആളുകൾ ഇങ്ങനെ തരിയോടുകൂടിയാണെങ്കിലും നമ്മളിപ്പോൾ സ്മൂത്തിയൊക്കെ കഴിക്കുന്നത് പോലെയൊക്കെ നമ്മൾ കുടിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ, അങ്ങനെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡായി കിട്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് ഷുഗർ ഒന്നും അതിലോട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം വാട്ടർമെലണിന് ഓൾറെഡി ഒരു മധുരം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഷുഗർ ഒന്നും അതിലോട്ട് ഇടത് അൺഹെൽത്തി ആക്കി വെക്കേണ്ട. കുറച്ച് അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി നിങ്ങൾ എടുക്കുക. ഈ ഇഞ്ചിയും ബീറ്റ്റൂട്ടും നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വാട്ടർമെലൺ നമ്മൾ ഇടുമ്പോൾ തന്നെ അങ്ങോട്ട് ക്രഷ് ആയി കിട്ടും. പക്ഷേ ഈ ബീറ്റ്റൂട്ട് അങ്ങനെയല്ല, നമ്മൾ ചിലപ്പോൾ ഇടുമ്പോൾ അത് അരയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇഞ്ചിക്കും ചെറിയ പീസായിട്ട് സ്ലൈസ് ചെയ്തിട്ടിട്ട് ബീറ്റ്റൂട്ടും അതുപോലെ ഇഞ്ചിയും നല്ലതുപോലെ കുഞ്ഞുതായിട്ട് അരിഞ്ഞു വെക്കുക. എന്നിട്ട് ഇത് 3ഉം കൂടിയിട്ട് ക്രഷ് ചെയ്തെടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഒരുപാട് ജ്യൂസി ആക്കി നിങ്ങൾ എടുക്കേണ്ട, അതിൻ്റെ സത്ത് മൊത്തം വറ്റിച്ചിട്ട് നിങ്ങൾ എടുക്കേണ്ട. കുറച്ചൊന്ന് മീഡിയം സൈസിൽ നിങ്ങൾക്ക് കുടിക്കാൻ പാകത്തിന് നിങ്ങൾ ക്രഷ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. മൂന്നാമതായിട്ട് ഫോളോ ചെയ്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത്, ഈ ആദ്യത്തെ ആ ഒരു ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് 8 വാക്കിംഗ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചു. ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ അത്. കാരണം നമ്മൾ ആ ഡ്രിങ്ക് കുടിക്കുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൃത്യമായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഒപ്പം 8 വാക്കിംഗ് കൂടി ചെയ്യുമ്പോഴേക്കും ആ നല്ല രീതിക്ക് വളരെ പ്രോംപ്റ്റ് ആയിട്ട് തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാനും ഫാസ്റ്റ് ആയിട്ട് പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ടും അത് സഹായിക്കും കേട്ടോ. 8 വാക്കിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാം. 8 വാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 8 ഷേപ്പിൽ വാക്ക് ചെയ്യുന്നതിനെ പറ്റി, 8 ഷേപ്പിൽ നമ്മൾ നടക്കുന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. നമ്മൾ എവിടെയാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത്, അതായത് ഇപ്പോൾ നമ്മുടെ അപ്സ്റ്റെയറിലാണെങ്കിൽ അപ്സ്റ്റെയറിൽ, നമ്മുടെ ടെറസിലാണെങ്കിൽ ടെറസിൽ, മുറ്റത്താണെങ്കിൽ മുറ്റത്ത്, റൂമിലാണെങ്കിൽ റൂമിൽ നിങ്ങൾക്ക് ഒരു 8 ഷേപ്പിൽ നിങ്ങൾ നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. 8 ഷേപ്പിൽ നടക്കാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ടിപ്പെന്ന് പറയുന്നത്, നമ്മൾ 2 ഒബ്ജക്റ്റ്, ഏതെങ്കിലും 2 ഒബ്ജക്റ്റ് എടുത്തിട്ട് നമ്മൾ നടുക്കായിട്ട് അങ്ങോട്ട് വയ്ക്കുക. അതായത് വീഡിയോയിൽ കാണിച്ചേക്കാം. എന്നിട്ട് നിങ്ങളൊരു 8ൻ്റെ ഷേപ്പിൽ അതിനിടയിൽ കൂടി നടക്കുക. നമ്മളൊരു ഡയറക്ഷനിൽ നിന്ന് തുടങ്ങി അതിൻ്റെ ഇടയിൽ കൂടി നമ്മളിങ്ങനെ വന്ന് പിന്നെ അടുത്ത ഒബ്ജക്റ്റിനെ ചുറ്റി നമ്മൾ ആ ഒരു 8ൻ്റെ ഷേപ്പിൽ തന്നെ നിങ്ങൾ പോവുക. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും അതുപോലെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും നിങ്ങളത് ചെയ്യുക. അതായത് ഒരു ഡയറക്ഷനിൽ നമ്മൾ പോയതിന് ശേഷം ഓപ്പോസിറ്റ് ആയിട്ടുള്ള അടുത്ത ഡയറക്ഷനിൽ കൂടി നമ്മൾ പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് മെയിനായിട്ട് ഈ ഒരു എക്സസൈസ് നമ്മൾ ചെയ്യുമ്പോഴേക്കും, നമ്മൾ നോർമലി വാക്കിംഗ് നടത്തുമ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് നടന്നു പോവുകയല്ലേ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ടൈപ്പ് വാക്കിംഗ്, 8 ടൈപ്പ് വാക്കിങ്ങിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഏറ്റവും കൂടുതൽ വളയുന്നത് നമ്മുടെ ഇടുപ്പ് ഭാഗമാണ്, നമ്മുടെ പെൽവിക് റീജിയനാണ് ഏറ്റവും കൂടുതൽ ഇതിനിങ്ങനെ സ്ട്രെച്ചായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം പെൽവിക്കിൻ്റെ ആ ഒരു റീജിയന് തൊട്ട് മുകളിലായിട്ടുള്ള ഭാഗത്താണ് നമ്മുടെ യൂട്രസ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ യൂട്രസ്, നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബ്, നമ്മുടെ ഓവറീസ് എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഭാഗത്ത്, നമ്മുടെ പെൽവിക്കിൻ്റെ ഭാഗത്ത് കുറച്ചൊന്നും ഒരു ആയാസം അങ്ങനെ സംഭവിക്കുമ്പോഴേക്കും കുറച്ചൊന്ന് ആക്റ്റീവ് ആകുന്ന ആ ഒരു സമയത്ത് നമ്മളുടെ ആ ഒരു ഭാഗത്തേക്ക്, നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. നമ്മൾ ഓവുലേഷൻ നടക്കുന്ന സമയത്തും നമ്മളിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും യൂട്രസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമൂലം നിങ്ങളുടെ ഓവുലേഷനും നിങ്ങളുടെ ഇംപ്ലാന്റേഷനും സക്സസ്ഫുൾ ആക്കാനായിട്ട് അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചെയ്യാമോ എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഒരിക്കലും അത് ഹെവി ആയിട്ടുള്ളൊരു വർക്കൗട്ടല്ല, നമുക്ക് നിസ്സാരമായിട്ട് ചെയ്യാവുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു വർക്കൗട്ടാണ് ഈ 8 വാക്കിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഓവുലേഷൻ സമയത്തും ഇംപ്ലാന്റേഷൻ സമയത്തും പീരിയഡ്സിൻ്റെ സമയത്തും ഒക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾ ഏറ്റവും കൂടുതൽ കംഫർട്ടബിളാക്കി വെക്കാനായിട്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് നമ്മളങ്ങോട്ട് ആക്റ്റീവ് ആകുന്നില്ലല്ലോ, എന്നാൽ നമുക്ക് എഫക്റ്റീവ് ആണ് ഈ ഒരു വർക്കൗട്ട്. നിങ്ങൾ മാക്സിമം ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ പെൽവിക് റീജിയനിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഓവുലേഷൻ സമയത്ത് ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ 2 ഓവറീസിലോട്ടും രക്ത ഓട്ടം, അതായത് ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് എത്തുന്നതിനും ആ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുവഴി നിങ്ങളുടെ എഗ്ഗിൻ്റെ ഗ്രോത്ത് ഉണ്ടാകുന്നതിനും ഇത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഇനി ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്താണ് നിങ്ങൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ, ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും ആ യൂട്രസിൻ്റെ ലൈനിങ് കൃത്യമായിട്ട് നറിഷ് ആവുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എംബ്രിയോ നല്ലപോലെ അറ്റാച്ച് ആവുന്നതിനുമൊക്കെ ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.